ഇതെൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ചെറുപ്പം തൊട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യുമായിരുന്നെങ്കിലും ഞാൻ ഇതുവരെ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്യാൻവാസിൽ ഇങ്ങനെ മര്യാദക്ക് പെയിൻറ്റ് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം ചെയ്യണോണ്ട് തന്നെ ഞാൻ ചെറിയൊരു ക്യാൻവാസ് മേടിച്ചിട്ടാണ് ചെയ്തത്. ആക്ച്വലി ഇത് മേടിച്ചിട്ട് കുറേ ദിവസമായെങ്കിലും ഇതിൽ എന്ത് വരക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടിട്ടും പിന്നെ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു പേടി കാരണം കൊണ്ടിട്ടുമാണ് ഇത്ര ദിവസം ഞാൻ ഇത് മാറ്റി വെച്ചത്. ഫസ്റ്റ് ടൈം ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യണോണ്ട് തന്നെ ഇത് കുളയിൽ പോകുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇത്ര ദിവസം പേടി കാരണം ഞാൻ മാറ്റി വെച്ചതെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കി കുറേ ഇൻസ്പോസൊക്കെ നോക്കിയിട്ട് ഒരു പിക്ചർ ഞാൻ ചൂസ് ചെയ്ത്. അതാണെങ്കിൽ ഒരു ബൊഗെയിൻവില്ല, പുറകിൽ കുറേ ക്ലൗഡ്സും. ഇതിൽ ആ ക്ലൗഡ്സ് വരക്കാനും ആ ട്രീയുടെ ലീവ്സ് വരക്കാനൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം പണ്ട് ഒരിക്കൽ ക്ലൗഡ്സ് വരച്ചപ്പോഴത്തേക്കും അത് അത്രക്കാണ് ശരിയായില്ല. ട്രീയുടെ ലീവ്സ് വരക്കാനാണെങ്കിലും ഞാൻ ഇതിനെ അത് സിമ്പിളായിരിക്കും എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത സമയത്തും അതും ശരിയായിട്ടില്ല. പക്ഷെ എന്നെ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേലും അടിപൊളിയായിരുന്നു അവസാനത്തെ ആ റിസൾട്ട്. ആദ്യമായിട്ട് ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യണമെന്നിട്ട് ഞാൻ യൂട്യൂബിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നോക്കിയായിരുന്നു. ആ ടൈമിൽ ഞാൻ കുറേ പേരുടെ വീഡിയോയിൽ കണ്ടതാണ് ഈ ജെസ്സോയൊക്കെ യൂസ് ചെയ്ത് ബേസ് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം പെയിൻറ്റ് ചെയ്യണതും ക്യാൻവാസ് ഒന്ന് സ്റ്റിഫ് ആകുമ്പോൾ എന്നിട്ട് ഫസ്റ്റ് വെള്ളം വെച്ചൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുന്നതും. പക്ഷേ ജെസ്സോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടിട്ടും പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിട്ട് ഡയറക്റ്റ് ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാതെയാണ് ചെയ്തത്. ശരിക്കും ക്ലൗഡ്സ് പെയിൻറ്റ് ചെയ്യണേലും ഹാർഡസ്റ്റ് പാർട്ട് ലീവ്സ് പെയിൻറ്റ് ചെയ്യാനായിരുന്നു. ഫസ്റ്റ് ഞാൻ ഫുൾ ഇതേപോലെ ലീവ്സ് വരച്ച് ഫില്ലാക്കാമെന്നാണ് ഓർത്തത്. പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്താൽ ഈ അടുത്തൊന്നും തീരില്ലെന്ന്. അതുകൊണ്ട് ഞാൻ സൈഡ് മൊത്തം ഒരു ഡാർക്ക് ഗ്രീൻ വെച്ച് ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിൻ്റെ മേളിലായിട്ടാണ് ലീവ്സ് ഇങ്ങനെ കൊടുത്തത്. ലീവ്സ് വരക്കുന്ന സമയത്ത് കുറേ മിസ്റ്റേക്സ് വന്നായിരുന്നു. പക്ഷേ ആ മിസ്റ്റേക്സും അവസാനമായപ്പോൾ ആ പടത്തിനൊരു ഭംഗി കൊടുക്കണ പോലെ എനിക്ക് തോന്നി. ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടും കുറച്ച് ഇല ഞാൻ വരച്ചായിരുന്നു. പക്ഷേ ആ ഇലയൊക്കെ ഇപ്പം അത്ര ഭംഗിയായിട്ട് തോന്നിയില്ലെങ്കിലും അവസാനം ആയപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ട്രീയിൽ ബ്ലെൻഡായി പോണ പോലെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഈ ട്രീന്ന് കുറച്ച് അങ്ങാടി ഇങ്ങടൊക്കെ ചില്ലകൾ നിൽക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ ചില്ല വരക്കുമ്പോഴും അത് തെറ്റിപ്പോണിയിരുന്നു. 2-3 വട്ടം ചില്ല വരച്ചപ്പോഴത്തേക്ക് അത് തെറ്റിപ്പോയപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഡാർക്ക് ഗ്രീൻ വെച്ച് കവർ ചെയ്ത പാർട്ടിലെ കുറച്ച് ഇല വരച്ച് കൊടുക്കാം, അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ചില്ല വരച്ച് നോക്കാം. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ചില്ല വരച്ച്, എന്നിട്ടും അത് ശരിയായില്ല. പണ്ട് തൊട്ടേ ഇങ്ങനെ പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സാധനം വരക്കുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അപ്പം തന്നെ അതിങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കില്ല. ഞാൻ ആ ടൈമിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് പിന്നെ അതിന് കുറച്ചുകൂടി ആ തെറ്റിപ്പോയ സാധനം ഒന്നുകൂടി വരക്കാൻ നോക്കും. അപ്പോൾ അത് ശരിയാവാറുണ്ട്. ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ കുറച്ചുകൂടി ഇലയൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നു ചേച്ചി. അങ്ങനെ കുറച്ച് ഇലകൾ കൊണ്ട് വരച്ചു കൊടുത്തപ്പോൾ എനിക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഒരു പാട്ടൊക്കെ എത്തിയപ്പോൾ ഞാൻ ഓർത്തായിരുന്നു ഇനിയിപ്പോൾ ബൊഗെയിൻവില്ലയിലേക്ക് വരക്കണോ, ഈ ട്രീയും ആ ക്ലൗഡൊക്കെ ഇട്ട് നിർത്തിയ പോലെ ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ എന്നൊക്കെ. അങ്ങനെ വീണ്ടും നമ്മൾ ചില്ല വരക്കുന്ന പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ ഈ വട്ടം ചില്ല വരച്ചപ്പോഴത്തേക്കും അത് ശരിയായിട്ട് അതെനിക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ചില്ല വരച്ചപ്പോഴത്തേനും നന്നായിട്ട് വന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ റാൻഡമായിട്ട് അവിടെ ഇവിടെ കുറച്ചുകൂടി ചില്ലകളൊക്കെ വരച്ചു കൊടുത്ത്. നമ്മൾ ഈ മിസ്റ്റേക്സിൽ നിന്നൊക്കെ പഠിക്കാമെന്ന് പറയില്ലേ, അത് ശരിക്കും സത്യമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നി. കാരണം ഫസ്റ്റ് ടൈം ഞാൻ ചില്ല വരച്ചപ്പോൾ അത് ശരിയാവാഞ്ഞപ്പോൾ ഞാൻ അതപ്പം തന്നെ വിട്ടിട്ട് വെച്ചെങ്കിൽ ഇത്ര അടിപൊളിയായിട്ട് ചില്ല വരക്കാൻ പറ്റൂലായിരുന്നു. എനിക്ക് ചില്ല വരക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ട് നേച്ചി. അതുകൊണ്ട് എന്താ അവസാനം ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ നല്ല ചില്ലകൾ കിട്ടി. അങ്ങനെ ഞാൻ പേടിച്ചിരുന്ന വെച്ചാൽ 3 സാധനങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുക, ക്ലൗഡ്സ് വരക്കുക, ലീവ്സ് വരക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ അവസാനത്തെ പാർട്ടിലേക്ക് എത്തി, ബൊഗെയിൻവില്ല. എനിക്ക് പേടി ഉണ്ടായെന്ന് വെച്ചാൽ ആ 3 സ്റ്റെപ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിട്ട് തന്നെ എനിക്ക് ബൊഗെയിൻവില്ല വരക്കാൻ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പാട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ആദ്യം കുറേ മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയെങ്കിലും അവസാനം എൻ്റെ പെയിൻറ്റിങ് കുറച്ചുകൂടി ബെറ്ററായി വരുന്നുണ്ട്, കുറച്ച് ഭംഗിയായി വരുന്നുണ്ടെന്നൊക്കെ എനിക്കിപ്പോൾ തോന്നി. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം ക്യാൻവാസ് പെയിൻറ്റിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇതിൽ ഞാൻ ബ്രഷിൻ്റെ സൈസൊന്നും പറയാഞ്ഞത്. ഈ വീഡിയോ ആണ് കുറച്ച് പേരെങ്കിലും ഞാൻ ഫസ്റ്റ് ഇരുന്നേച്ച പോലെ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്ത കുളമോ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഓർത്ത് പേടിച്ചിരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തായാലും ഒരു ക്യാൻവാസ് മേടിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് നോക്ക്, അത് നന്നായിട്ട് വരും. യൂട്യൂബിലും പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞുതരാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.